ഇത് വിചാരിതമായ ഉണ്ടായ ഒരു സംഭവമാണ്. ആ കുംഭമേള നഗരിയിൽ ട്രെയിൻ ഇറങ്ങിയപ്പോൾ മുതൽ പ്രശ്നങ്ങളാണ്. മകരമാസത്തിലെ കറുത്തവാവ് തുടങ്ങുന്ന സമയമാണ് കുംഭമേളയുടെ കറക്റ്റുള്ള സമയം. അത് 28-ാം തീയതി 7:36 ഈ കുംഭമേളയിലുണ്ടായ വേറൊരു പ്രത്യേകത, പോയവരെല്ലാം വളരെ കഷ്ടപ്പെട്ടു, വളരെയധികം കഷ്ടപ്പെട്ടു. ഇനി കഷ്ടപ്പാടെന്നൊരു സാധനം ഉണ്ടായില്ല. പൂർണ്ണ നഗ്നയാണ്. ഞാനീ പറഞ്ഞ 7:36 ഇവർ സ്നാനം തുടങ്ങി. സ്നാനമെന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ചു പോരുമ്പോഴും അവർ സ്നാനം നിർത്തിയിട്ടില്ല. ഇവരിടയ്ക്ക് ഒന്ന് തലപൊത്തി നോക്കിയപ്പോൾ എനിക്കിവരെ പരിചയമുള്ള പോലെ തോന്നി. 2010 ഹരിദ്വാർ കുംഭമേളയിൽ ഒരു സ്ത്രീ താഴെ നിന്നിട്ട് വായിൽ വെള്ളം കൊണ്ട് എൻ്റെ മുഖത്തേക്ക് തുപ്പുന്നു. അവരും പൂർണ്ണ നഗ്നയാണ്. ഈ ത്രിവേണി കുംഭമേളയ്ക്കും ഞാൻ കണ്ടത്. സാധാരണ ഒരു സ്ത്രീയേക്കാൾ ശരീര വണ്ണങ്ങളും ശരീര അവയവങ്ങളും ആണുള്ളത്. ലോകത്തൊരു സ്ത്രീക്കും ഇങ്ങനെ ഉള്ള ശരീര പ്രത്യേകതകൾ കാണില്ല. ദേവതകൾ പോലും കുംഭമേളയ്ക്ക് എത്തുന്നുണ്ടെന്ന് എനിക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. 2025 കുംഭമേള ത്രിവേണിയിൽ വെച്ച് ആണ് നടന്നത്. അതിന് ഞാനും അതിൻ്റെ പ്രധാന ദിവസമായ 29-ാം തീയതി 28 ദിവസങ്ങളിൽ, ഇപ്പോൾ 2 ദിവസം ഞാൻ പറയുന്നതിൻ്റെ കാരണമുണ്ട്. 28 രാത്രി 7:36 ശരിക്കുള്ള കുംഭമേളയുടെ സമയം. ശരിക്കുള്ള കുംഭമേളയുടെ സമയം എന്ന് പറയുമ്പോൾ മകരമാസത്തിലെ കറുത്തവാവ് തുടങ്ങുന്ന സമയമാണ് കുംഭമേളയുടെ കറക്റ്റുള്ള സമയം. അത് 28-ാം തീയതി 7:36 അപ്പോൾ എനിക്ക് ആ സമയത്ത് കുംഭമേളയിൽ എത്തണമെന്നും ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ 3-4 ദിവസം മുമ്പേ ഞാൻ അയോധ്യയിലും കാശിയിലുമൊക്കെ ആയിട്ട് കറങ്ങി. കുംഭമേള നഗരിയിൽ ഒരു പ്രാവശ്യം ഒന്ന് കുളിച്ച ശേഷം വീണ്ടും കാശി പോയി തിരിച്ച് 28-ാം തീയതി രാവിലെ യാത്രാ സൗകര്യം കാണുമെന്ന് വിചാരിച്ചാണ് ട്രെയിനിൽ ത്രിവേണിയിലെത്തിയത്. ത്രിവേണി എന്നുള്ള വാക്കല്ല ഇപ്പോഴും ഉപയോഗിക്കുന്നത്. ആ കുംഭമേള നഗരിയിൽ ട്രെയിൻ ഇറങ്ങിയപ്പോൾ മുതൽ പ്രശ്നങ്ങളാണ്. പക്ഷേ ആ ഒരു പ്രശ്നം കൊണ്ട് എൻ്റെ പ്രശ്നങ്ങളെല്ലാം തീർന്നു. ഇറങ്ങിയപ്പോൾ ഉണ്ടായ പ്രശ്നം, ഗേറ്റിന് പുറത്ത് നമുക്ക് കടക്കാൻ പറ്റുന്നില്ല. എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ട്രെയിനിൻ്റെ ബാഹുല്യത്താൽ അതിൽ നിന്ന് വരുന്ന ആളുകൾ റെയിൽവേ സ്റ്റേഷൻ മുഴുവൻ തിങ്ങി നിൽക്കുകയാണ്. എന്നെ ആരൊക്കെയോ തള്ളി, ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ആരൊക്കെയോ തള്ളി ഒരു മൂലയ്ക്കെത്തിച്ചപ്പോൾ അതൊരു മതിലാണ്. അവിടുന്ന് ശകലം ദൂരത്തിലാണ് ഗേറ്റ്. ആ ഗേറ്റിൻ്റെ അടുത്തേക്ക് അടുക്കാൻ ഒരു വിധത്തിൽ നടക്കില്ല എന്ന് മനസ്സിലായിട്ട് ഞാൻ അതിൻ്റെ ഗേറ്റിന് അടുത്തൂടെ പോകുന്ന 4 ലൈൻ റോഡാണ്. ആ റോഡിനപ്പുറത്തൊരു ഓട്ടോക്കാരൻ നിൽക്കുന്ന കണ്ടിട്ട് ഞാൻ വളരെ കഷ്ടപ്പെട്ട് വിളിച്ചു. അയാൾ മനസ്സോടെ ആ റോഡ് കടന്ന് വന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഗതികേട് പറഞ്ഞു. കാരണം എൻ്റെ ആരോഗ്യാവസ്ഥയും എൻ്റെ തോളിൽ കിടക്കുന്ന ഭാണ്ഡവും എല്ലാം അവിടെ കണ്ടിട്ട് അയാൾക്ക് ദയവ് തോന്നിയിട്ട് അയാൾ ആ മതിലെടുത്ത് ചാടി എന്നെ ആ ഗേറ്റിൽ കൂടെ കൊണ്ടുപോകാതെ ആ മതിലിൻ്റെ പുറത്തുകൂടെ എടുത്ത് റോഡിൽ ഇട്ടു. അയാളും കൂടെ ചാടി. അയാളുടെ ഓട്ടോയിൽ ഞാൻ നേരത്തെ ബുക്ക് ചെയ്തിരുന്ന പ്രകാരമുള്ള ഒരു റൂമിലെത്തി. അത് അവിടുന്ന് 12 കിലോമീറ്റർ ദൂരമായിരുന്നു. അവിടെ അന്ന് കഴിഞ്ഞ ശേഷം അന്ന് വൈകുന്നേരമായപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് കുംഭമേള നഗരി ഒന്ന് കാണണം. അപ്പോൾ അതൊരു വക്കീലിൻ്റെയാണ്. അലഹാബാദ് ഹൈക്കോടതിയിലെ വക്കീലാണ്. അദ്ദേഹത്തിൻ്റെ അമ്മാവൻ ഹൈക്കോടതിയിലെ ജഡ്ജായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു പാർട്ടിയാണ്. ഇത് വിചാരിതമായ ഉണ്ടായ ഒരു സംഭവമാണ്. ഇപ്പോൾ ലോഡ്ജ് ബുക്ക് ചെയ്യുന്ന സമയത്തൊന്നും ഇത് ആരാ എന്തുവാ എന്ന് നമുക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ വക്കീലുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് കുംഭമേള നഗരി കാണാൻ വേണ്ട ഒരു 2 വീലർ മാത്രമേ പറ്റുള്ളൂ. 2 വീലർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് നല്ല പരിചയമുള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ. പുള്ളി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരാളെ വൈകുന്നേരമായപ്പോഴത്തേക്കൊരു സ്കൂട്ടറുമായിട്ട് വിട്ടു. അപ്പോൾ ആ സ്കൂട്ടറിൽ ഈ വൈകുന്നേരം 7 മണിയായപ്പോൾ എനിക്ക് ആ കുംഭമേള നഗരി മുഴുവൻ ഏതാണ്ടൊരു 1/4 ഭാഗവും എനിക്ക് സ്കൂട്ടറിൽ സഞ്ചരിച്ച് കാണാൻ സാധിച്ചു. അതൊരു വലിയ ഭാഗ്യമായിട്ട് തോന്നുന്നു. കാരണം ഈ വക്കീൽ അവിടുത്തെ VIP മറ്റോ ആയിരിക്കും. പക്ഷേ പോലീസുകാരോ ഒന്നും തടഞ്ഞില്ല. അങ്ങനെ തടയാതെ ഞങ്ങൾ കുംഭമേള നഗരി ചെന്നപ്പോൾ പ്രോപ്പർ പ്ലേസ് സ്നാനഘട്ട് ചെന്നപ്പോൾ ഇയാൾ ആരെയോ വിളിച്ചു. അയാളും പെട്ടെന്ന് തന്നെ വന്നു. അയാൾ അവിടുത്തെ ഒരു ചെറുപ്പക്കാരനാണ്. അവിടുത്തെ ഈ കർമാദികൾ നടത്തിക്കുന്ന ഒരു പണ്ഡിറ്റോ അങ്ങനെ മറ്റോ ആരാണ് പുള്ളി. പിന്നീട് സ്കൂട്ടർ പോയില്ല, പിന്നെ നടന്നേ പറ്റുള്ളൂ. 1 കിലോമീറ്ററോളം കഷ്ടിച്ച് 1 കിലോമീറ്ററോളം നടന്നു.
കഷ്ടിച്ച് 1 കിലോമീറ്റർ നടന്ന് സ്നാനഘട്ടിലെത്തി ഞങ്ങൾ സ്നാനത്തിന് ഒരുങ്ങുമ്പോൾ അപ്പോഴത്തേക്ക് 7:35 അപ്പോൾ അവർ കുളിക്കാൻ ഒരുങ്ങാൻ പറഞ്ഞു. ഞാൻ വേണ്ട, ഒരു 5 മിനിറ്റ് കൂടെ കഴിയട്ടെ. അപ്പോൾ 36 കഴിഞ്ഞ് ഒരു 4 മിനിറ്റോടെ ആകുമ്പോൾ 7:40 ആകും. 7:40 ആകുമ്പോഴത്തേക്ക് ഏതാണ്ട് പ്രോപ്പർ ടൈം ആകുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അപ്പോൾ 7:40 ഞങ്ങൾ ഇങ്ങനെ കുളിക്കടവിൽ നിൽക്കുകയാണ്. നിൽക്കുമ്പോൾ കുറേ പെണ്ണുങ്ങൾ കുളിക്കുന്നുണ്ട്, സ്ത്രീകൾ. ഈ സ്ത്രീകൾ കുളിക്കുന്നതിൻ്റെ പ്രത്യേകത, അതിൽ ഒരു സ്ത്രീ പൂർണ്ണ നഗ്നയാണ്. ഞാനീ പറഞ്ഞ 7:36 ഇവർ സ്നാനം തുടങ്ങി. സ്നാനമെന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ചു പോരുമ്പോഴും അവർ സ്നാനം നിർത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ ബാക്കിയുള്ളവരെയൊക്കെ ശ്രദ്ധിച്ചപ്പോൾ ഇവർ പൂർണ്ണ നഗ്നയാണെങ്കിലും ഒരൊറ്റ മനുഷ്യനും ഇവരെ ശ്രദ്ധിക്കുന്നില്ല. ചുരുക്കത്തിൽ അവരെ കാണുന്നില്ല. ഇവരിടയ്ക്ക് ഒന്ന് തലപൊത്തി നോക്കിയപ്പോൾ എനിക്കിവരെ പരിചയമുള്ള പോലെ തോന്നി. എവിടെ വെച്ചാണെന്നൊരു പിടിയും കിട്ടുന്നില്ല. പൂർണ്ണ ആയതുകൊണ്ട് എനിക്കിവരെ കൂടുതൽ ശ്രദ്ധിക്കാനും വയ്യ. ഏതായാലും അപ്പോഴത്തേക്ക് 7:40 കൂടെ വന്ന പണ്ഡിറ്റ് സ്നാനം ചെയ്യേണ്ട വിധികളെല്ലാം പറഞ്ഞു തന്നു. അതിനും പ്രകാരം ഏതാണ്ട് 11 പ്രാവശ്യം മുങ്ങി നിവർന്ന് അതിൻ്റെ ക്രിയകളെല്ലാം ചെയ്തു. ഞാൻ അതെല്ലാം തോർത്തി കഴിഞ്ഞ് പുറത്ത് കയറുമ്പോഴും ഈ സ്ത്രീ കൂടെ ചുറ്റും നിന്ന് കുറേ സ്ത്രീകളും കുളിക്കുകയാണ്. ബാക്കിയെല്ലാം വസ്ത്രധാരികളാണ്. പക്ഷേ വസ്ത്രമില്ലായ്മ എന്നൊക്കെ കേൾക്കുമ്പോൾ ആധുനിക സ്ത്രീയാണോ എന്ന് ചോദിച്ചാൽ എനിക്കതറിയില്ല. കാരണം ഈ സ്ത്രീയെ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്ക് ഓർമ്മ വന്നു ഇവിടെ വെച്ചാണ് കണ്ടതെന്ന്. 2010 ഹരിദ്വാർ കുംഭമേളയിൽ കനഖലിനെതിരുള്ള അന്നുണ്ടായിരുന്ന പാലത്തെ കൂടെ ഞാനും സോമേശ്വരാനന്ദജി എന്ന മഹാനായ സന്യാസി ശ്രേഷ്ഠനും കൂടെ പാലത്തെ കൂടെ നടന്നു പോകുമ്പോൾ കുറേ സ്ത്രീകൾ. അപ്പോൾ അതിൻ്റെ കീഴിൽ കൂടെ ഒഴുകുന്ന നദി നീൽഗംഗയാണ്. നീൽഗംഗ എന്ന് പറഞ്ഞാൽ സാധാരണ ഹിമാലയത്തിലുള്ള സന്യാസിമാരെ ജലസമാധിക്ക് വെക്കുന്ന സ്ഥലമാണ്. എന്ന് വെച്ചാൽ അങ്ങോട്ട് കാണിച്ചാൽ മതി, അപ്പോഴേ ഒഴുക്കെടുത്തുകൊണ്ടങ്ങ് പോകും. അത്ര ശക്തമായ ഒഴുക്കാണ്. അപ്പോൾ അത്ര ശക്തമായ ഒഴുക്കാണെന്നും ഇത് നീൽഗംഗയാണെന്നും ഞാൻ അറിയുന്നില്ല. എന്തായാലും ആ പാലത്തിൽ കൂടെ ഞങ്ങൾ കടക്കുമ്പോൾ ഒരു സ്ത്രീ താഴെ നിന്നിട്ട് വായിൽ വെള്ളം കൊണ്ട് എൻ്റെ മുഖത്തേക്ക് തുപ്പുന്നു. അവരും പൂർണ്ണ നഗ്നയാണ്. അപ്പോൾ ഇവരെ ഞാൻ ശ്രദ്ധിച്ചു, എന്താ ഇവർ ഈ കാണിക്കുന്നത്. മാത്രമല്ല ഒരു വയോവൃദ്ധനായ മനുഷ്യൻ്റെ കൂടെ ഉണ്ട് താനും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ അദ്ദേഹം അത് ശ്രദ്ധിക്കാതിരിക്കാൻ ഞാൻ മറഞ്ഞാണ് അക്കരെ കനഖൽ ക്ഷേത്രത്തിൻ്റെ പിന്നീട് അറിയുന്ന കനഖൽ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ എത്തിയത്. അപ്പോൾ സ്വാമിജി പറഞ്ഞു, കാല് കഴുകാൻ പറഞ്ഞു. ഞാൻ കാല് കഴുകാനായിട്ട് ആ നദിയിലോട്ട് ഇറങ്ങുമ്പോൾ എൻ്റെ കാലും ഈ അരുവിനായിട്ട് പോലും എൻ്റെ കാലും തൂക്കിയെടുത്തുകൊണ്ട് വെള്ളം ഒഴുകുകയാണ്. പെട്ടെന്ന് ഞാൻ അവിടെ ഉണ്ടായിരുന്ന അപ്പോൾ സ്വാമി അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ആ കമ്പിയെ പിടിച്ചോ, ഇല്ലെങ്കിൽ ഒഴുക്കിപ്പെട്ടു പോകുമെന്ന് പറഞ്ഞു. ഒഴുക്കിപ്പെട്ടാൽ രക്ഷപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ ഉടൻ തന്നെ ഞാൻ കമ്പിയെ പിടിച്ചു. അപ്പോഴും ഞാൻ വിചാരിച്ചു, ഇതെങ്ങനെയാണ് പിന്നെ ഈ സ്ത്രീകൾ ഇവിടെ ഈ നദിയുടെ നടുക്ക് നിന്ന് നീരാടുന്നതെന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോൾ അവിടെ സ്ത്രീയുമില്ല, ആരുമില്ല. ഞാനതങ്ങ് കളഞ്ഞു. ഇപ്പോൾ അവരേതെങ്കിലും ദേവതകളോ മറ്റോ ആയിരിക്കാം എന്ന് മനസ്സിലാകാതെ പോന്നു. ഈ സ്ത്രീയാണ് ഇപ്പോൾ ഈ ത്രിവേണി കുംഭമേളയ്ക്കും ഞാൻ കണ്ടത്. അവർക്ക് തൂവെള്ള നിറമാണ്, മദാമ്മയുടെ കൂട്ടുള്ള നിറമാണ്. സാധാരണ ഒരു മനുഷ്യ സ്ത്രീ അല്ല എന്ന് മനസ്സിലാക്കാൻ കാരണം സാധാരണ ഒരു സ്ത്രീയേക്കാൾ ഉയരവും സാധാരണ ഒരു സ്ത്രീയേക്കാൾ ശരീര വണ്ണങ്ങളും ശരീര അവയവങ്ങളും ആണുള്ളത്. ലോകത്തൊരു സ്ത്രീക്കും ഇങ്ങനെ ഉള്ള ശരീര പ്രത്യേകതകൾ കാണില്ല. അപ്പം അങ്ങനെയാണ് എനിക്ക് അവർ സാധാരണ സ്ത്രീ അല്ലെന്നും മറ്റുള്ളവരിത് കാണുന്നില്ലെന്നും എനിക്ക് മനസ്സിലായി. എല്ലാവരും ഞാൻ നോക്കിയണക്കെ ഒരു മനുഷ്യനും ഈ സ്ത്രീകളെ ശ്രദ്ധിക്കുന്നില്ല. സാധാരണ ഒരു നഗ്ന സ്ത്രീ ആ കുളിക്കടവിൽ നിന്ന് കുളിക്കുകയാണെങ്കിൽ പുരുഷൻ്റെ
സ്വാഭാവിക സ്വഭാവമാണെന്ന് ചെറുതായിട്ടെങ്കിലും നോക്കുക എന്നുള്ളത് ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ഞാൻ കുളിച്ചു കഴിഞ്ഞ് തിരിച്ചു പോരാൻ നേരവും അവരുടെ സ്നാനം കഴിഞ്ഞിട്ടില്ല. അവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മുങ്ങുക നിവരുക മുങ്ങുക നിവരുക മുങ്ങുക നിവരുക അവർ ആറാടുകയാണ്. ഇത് എൻ്റെ കുംഭമേളയിലെ ഒരു അനുഭവമാണ്. കാരണം ദേവതകൾ പോലും കുംഭമേളയ്ക്ക് എത്തുന്നുണ്ടെന്ന് എനിക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ കുംഭമേളയിലുണ്ടായ വേറൊരു പ്രത്യേകത, പോയവരെല്ലാം വളരെ കഷ്ടപ്പെട്ടു, വളരെയധികം കഷ്ടപ്പെട്ടു. എനിക്ക് കഷ്ടപ്പാടെന്നൊരു സാധനം ഉണ്ടായില്ല. ഇതൊന്നും ഞാൻ ആരെയെങ്കിലും പറഞ്ഞു നിർത്തി എനിക്ക് കഷ്ടപ്പാട് ഒഴിവാക്കിയതല്ല. എനിക്ക് കഷ്ടപ്പാടുണ്ടായില്ല തെള്ളുകൊള്ളാനോ. എന്നാൽ മറ്റാരും കാണുന്നതിനേക്കാൾ ഏറിയ കൂടുതൽ എനിക്ക് കാണാനും ഒക്കെ എനിക്ക് സാധിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന ഒരു ബദരീനാഥിൽ നിന്നുള്ള ഒരു സന്യാസി ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ 19-ാം സെക്ടറിലുള്ള അദ്ദേഹത്തിൻ്റെ കുടിൽ എത്തണമെന്നായിരുന്നു. പക്ഷേ 19-ാം സെക്ടർ അന്വേഷിച്ചപ്പോൾ ഏതാണ്ട് 10-12 കിലോമീറ്റർ ദൂരമാണ് ഹരിദ്വാർ പ്രോപ്പർ ഹരിദ്വാറിൽ. അപ്പോൾ ഞാനതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ പിറ്റേന്ന് ഹരിദ്വാർ കുംഭമേള സമയത്ത് 29-ാം തീയതിയാണ് റിച്വലായിട്ടുള്ള കുംഭമേള നടക്കുന്നത്. ഈ സമയത്ത് സന്യാസി ശ്രേഷ്ഠന്മാരുടെ ഒഴുക്ക് കാരണം എനിക്ക് ഒരു കാരണവശാലും എയറോഡ്രോമിലെത്താൻ പറ്റില്ല. ഇത് മനസ്സിലാക്കിയാണ് ഞാൻ വേറെ മുറി അഡ്ജസ്റ്റ് ചെയ്തത്. എയറോഡ്രോമിനടുത്താണ് ഈ മുറി. അപ്പോൾ എനിക്ക് കുംഭമേള നഗരി ഏതാണ്ട് മിക്ക ഭാഗങ്ങളും കാണാനും പറ്റി. അതുപോലെ തെള്ളെന്ന് പറഞ്ഞൊരു സാധനം എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. പിന്നെ വേണ്ട വിധത്തിൽ അതിൻ്റെ സ്നാനം നടത്താനുള്ള പണ്ഡിറ്റിനെ മറ്റാർക്കും കിട്ടാത്ത രൂപത്തിൽ എനിക്ക് ലഭ്യമാകുകയും ചെയ്തു. ഇതൊക്കെ ഒരു ഈശ്വരഭാഗ്യമായി കരുതുന്നു. ഈ കുംഭമേളയുടെ ഐതിഹ്യം എല്ലാവർക്കും അറിയാം. പാലാഴി കടഞ്ഞ് ദേവന്മാർക്കും പാലാഴി കടയുന്നതിന് കാരണമായത് ദേവന്മാർക്കും അസുരന്മാർക്കും ജരാനരകൾ സംഭവിച്ചു. ജരാനരകൾ സംഭവിച്ചപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ അമൃതിൻ്റെ ആവശ്യം വന്നു. അതിനുവേണ്ടി പാലാഴി കടഞ്ഞ് ആണ് അമൃത് എടുത്തത്. ഈ പാലാഴി കടയാൻ ഉപയോഗിച്ച മന്ധരപർവ്വതത്തെയാണ് ഉപയോഗിച്ചത്. അത് ഞാൻ പല പ്രാവശ്യം എൻ്റെ എല്ലാ വർഷവും ഞാൻ ഹിമാലയ യാത്ര ചെയ്യാറുണ്ട്. ഈ ജൂണിൽ പോയിരുന്നു. ഈ ജൂണിൽ ഒഴിച്ച് എല്ലാ പ്രാവശ്യവും ഞാൻ ഈ മന്ധരപർവ്വതം, നീലകണ്ഠ പർവ്വതത്തിൻ്റെ അടിവാരത്ത് കിടക്കുന്നത് എൻ്റെ ഏതോ ഒരു കണ്ണുകൊണ്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത, ആ പർവ്വതത്തിൻ്റെ മേളിൽ വളരെ അകലെയായിട്ടാണ് ഈ പർവ്വതം കാണുന്നത്. വളരെ അകലെയെന്ന് വെച്ചാൽ എനിക്ക് വ്യക്തമായിട്ട് കാണാം, പക്ഷേ അകലെയുമാണ്. ആ പർവ്വതത്തിൻ്റെ മേളിൽ ഒരു വൃക്ഷം നിൽപ്പുണ്ട്. അപ്പോൾ ആ വൃക്ഷം നിൽക്കുന്നത് കൊണ്ട് എനിക്ക് മനസ്സിലായി ഇത് വെറും കഥയല്ല, ഇത് ഏതോ തലത്തിലാണ് ഈ നിൽക്കുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ അവിടെ അന്വേഷിച്ചപ്പോൾ അങ്ങനൊരു പർവ്വതം അവിടെ ഇല്ല. പക്ഷേ ഞാൻ പോയിട്ടുള്ള പല പ്രാവശ്യങ്ങളിൽ കാണാത്ത വർഷങ്ങളുമുണ്ട്. പല വർഷങ്ങളും ഈ പർവ്വതം അവിടെ കിടക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, അവിടുത്തെ ശിവക്ഷേത്രം എന്ന് പറയുന്നത് ശിവൻ വിഷഭീതനായിട്ട് മരിക്കും എന്ന് ഭഗവാനെ പറഞ്ഞുകൂടാ, എങ്കിൽ പോലും അപായം ഉണ്ടായേക്കാം എന്ന് മനസ്സിലാക്കി ചികിത്സകൾ ചെയ്യാൻ, ആയുർവേദ ചികിത്സകൾ ചെയ്യാൻ അദ്ദേഹത്തെ കടത്തിയ സ്ഥലമാണ് നീലകണ്ഠേശ്വര മഹാദേവ ക്ഷേത്രം. ആ ക്ഷേത്രത്തിലെ ശിവലിംഗം ഞാൻ ആദ്യമൊക്കെ പോകുമ്പോൾ നമുക്കതേ തൊട്ട് തൊഴാമായിരുന്നു. അപ്പോൾ അതിൽ എത്രയോ ഉണ്ടായിരുന്ന ശിവക്ഷേത്രമാണ്. ഒരു വശം മാത്രം ഒരഞ്ഞൊരഞ്ഞ് ഞാൻ പോകുന്ന സമയത്ത് അവസാനം എൻ്റെ ഒരു ചെറുവിരലിൻ്റെ പകുതിയോളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ 4 യുഗങ്ങളായിട്ട് വരുന്ന മനുഷ്യരും ദേവതകളും അതിൽ തൊട്ട് പ്രാർത്ഥിച്ചാണ് ഇത് ഒരഞ്ഞു പോയത്. ഇനിയിപ്പോൾ ആർക്കും അത് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഞാനൊരു 7-8 പ്രാവശ്യം ഞാനത് ആ ശിവലിംഗത്തെ തൊടാനുള്ള ഭാഗ്യമുണ്ടായി. മാത്രമല്ല അവിടെ നിന്നാണ് അമൃത് കിട്ടിയത്. അവിടുന്ന് ഗരുഡൻ പറന്ന് ആദ്യം ഹരിദ്വാറിൽ കൊണ്ടുവച്ചു. അപ്പോഴും അസുരന്മാരുടെ ശല്യം ഉണ്ടായി. അസുരന്മാരുടെ ശല്യം ഈ മഥനം നടന്ന ഭാഗത്തുണ്ടായതുകൊണ്ടാണ് അവിടുന്ന് ഗരുഡൻ ഏൽപ്പിച്ച് ഗരുഡൻ പറന്ന് ഹരിദ്വാറിൽ കൊണ്ടുവച്ചത്. ഹരിദ്വാറിലും ഈ ശല്യം ഉണ്ടായപ്പോൾ അവിടെ നിന്നാണ് ഗരുഡൻ അമൃതമായി പറന്ന് ത്രിവേണി സംഗമത്തിൽ കൊണ്ടുവച്ചത്. ഇപ്പോൾ ഈ 144-ാമത്തെ വർഷമായി മഹാകുംഭമേള നടക്കുന്ന ത്രിവേണിയിൽ അവിടുന്നും ശല്യമുണ്ടായപ്പോൾ പറന്ന് മറ്റ് 2 മാറി മാറി കൊണ്ടുവയ്ക്കുകയുണ്ടായി.
അപ്പോൾ അതിൻ്റെ ഓരോരുത്തരത്തും കൊണ്ട് വെക്കുമ്പോൾ ഓരോ തുള്ളി അമൃത് അവിടെ വീണത്, ആ വീണ അമൃത് 12 വർഷം കൂടുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യാഘാതം എന്ന നിലയിൽ അതിൻ്റെ ഒരു അമൃതത്വം അവിടെ ഉണ്ടാകുന്നുവെന്ന് ആണ് ഈ കുംഭമേളയുടെ പ്രത്യേകത. അപ്പോൾ അത് ഈ ത്രിവേണി കുംഭമേളയിലാണെങ്കിൽ എല്ലാ കുംഭമേളയിലും അങ്ങനെയാണ്. ചില ഗ്രഹങ്ങളുടെ പ്രത്യേകമായ രാശിയിലുള്ള സ്ഥിതിയാണ് കുംഭമേള കണ്ടുപിടിക്കുന്നത്. അത് കണ്ടുപിടിച്ചാണ് മഹർഷീശ്വരന്മാരും മറ്റുമൊക്കെ അവിടെ എത്തുന്നത്. ഞാൻ പോയിട്ട് പ്രത്യേകിച്ച് ഈ സ്കൂട്ടർ യാത്രയിലായതുകൊണ്ട് പ്രത്യേകിച്ച് എൻ്റെ സുഹൃത്തായ സ്വാമിയെ ഉൾപ്പെടെ കാണാൻ പറ്റിയില്ല. അപ്പോൾ അവിടുത്തെ പ്രത്യേകിച്ചുള്ള ഒരു ആരൊക്കെ ഉണ്ടായിരുന്നെന്നോ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ കാണാമെന്നല്ലാതെ മറ്റാരെയും കാണാൻ പറ്റിയില്ല. കാണാൻ എനിക്ക് കൂടുതൽ താല്പര്യവും ഉണ്ടായില്ല. കാരണം അതിൻ്റെ പ്രോപ്പർ സമയത്ത് സ്നാനം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളൊരു ചാരിതാർത്ഥ്യം എനിക്കുണ്ടായി. എന്നാൽ പിറ്റേന്നായിരുന്നു ഔപചാരികമായ കുംഭമേള ആഘോഷിക്കപ്പെട്ടത്. ഇത് കഴിഞ്ഞതുകൊണ്ട് പിന്നെ പിറ്റേന്ന് പോയില്ല. കാരണം പിറ്റേന്ന് പോയാൽ എനിക്ക് അന്നുള്ള ഫ്ലൈറ്റിന് തിരിച്ചു പോരാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് 29-ാം തീയതി പോയില്ല. ഇങ്ങനെ ഈ കുംഭമേളയിൽ എനിക്ക് പറയാനുള്ള എൻലൈറ്റഡ് ആയിട്ടുള്ള കാര്യം, ഞാൻ ദേവസ്ത്രീകളുടെ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന കുറേ പേരുടെ സ്നാനവും ഒരുപക്ഷെ ദേവന്മാരായിരിക്കാം അവിടെ നിന്നവർ എന്ന് ഞാൻ വിചാരിക്കുന്നു. അവരെയും കാണാൻ പറ്റി. എനിക്ക് കിട്ടിയ ഒരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. ഇത്രയൊക്കെയാണ് എനിക്ക് കുംഭമേളയെ പറ്റി പറയാനുള്ളത്.